നമുക്ക് കെമിസ്ട്രിയുടെ 4th ചാപ്റ്റർ പഠിക്കാം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് ഈ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്യുവർ മെറ്റൽ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് പ്രോസസ്സ്, എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എങ്ങനെയാണ് നമുക്കൊരു പ്യുവർ മെറ്റൽ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ലോവർ ക്ലാസ്സസിൽ ഈ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ച് കാണണം. വാട്ട് ആർ മെറ്റൽസ് പഠിച്ചു കാണണം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് പഠിച്ചു കാണണം. അപ്പൊ നമുക്കറിയാം ഈ മെറ്റൽസ് എന്ന് പറയുന്നത് നമുക്ക് ഹാർഡായിരിക്കും. ചില മെറ്റൽസ് സം ഓഫ് ദ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 നമ്മൾ നേരത്തെ പഠിച്ചത് സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്. പക്ഷെ കൂടുതൽ മെറ്റൽസ് നോക്കുമ്പോൾ ദേ ആർ ഹൈലി ഹാർഡ് അല്ലെ. ഗ്രൂപ്പ് 1 എക്സെപ്റ്റ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ദേ ആർ ഹാർഡ് മെറ്റൽസ്. വിത്ത് എക്സെപ്ഷൻ, ചില എക്സെപ്ഷൻ കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ആർ ഹാർഡ് എന്ന് പറയാം. അതുപോലെ തന്നെ അവരുടെ they are having the electrical conductivity, they are having the thermal conductivity അല്ലെ, ഇലക്ട്രിക് കണ്ടക്ട് ചെയ്യും, ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അതേപോലെ തന്നെ they are malleable and ductile. malleable എന്ന് പറഞ്ഞാൽ they can be beaten into thin sheets. ductile they can be beaten into thin wires. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റൽസിനെ നമ്മൾ വയർസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. തിൻ ഷീറ്റ്സിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ നമുക്ക് യൂട്ടൻസിൽസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. മേക്കിംഗ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ്, അങ്ങനെ പല ഉപയോഗങ്ങളും നമുക്ക് ഇതിലുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്, ഈ മെറ്റൽസിന്റെ ഡെൻസിറ്റി കാണാൻ ഡെൻസിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ ഇവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഡിസ്കവറി ഓഫ് മെറ്റൽസ് ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫൈൻഡിംഗ് that has revolutionized the world. These are marked as metal ages in the history of human progress. അപ്പോൾ പണ്ട് ഹ്യൂമൻ സിവിലൈസേഷനില് സയൻസിന്റെ ഡെവലപ്മെന്റ് ഓരോ മെറ്റൽസിന്റെ ഡിസ്കവറി വന്നപ്പോൾ എന്തായി ഈ മെറ്റൽ ഏജസ് എന്ന് പറയും. ആ ഒരു ഏജസിനെ നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നിങ്ങൾ പഠിച്ചു കാണണം, സ്റ്റോൺ ഏജില് നമ്മൾ ഗോൾഡിന്റെ ഡിസ്കവറി വന്നു. അതേപോലെ തന്നെ ബ്രാസ് ഡിസ്കവറി ചെയ്തപ്പോൾ, അതായത് ഒരു അലോയ് ഓഫ് കോപ്പർ ആണ്, ബ്രാസ് ഡിസ്കവറി ചെയ്തപ്പോൾ അതിനെ നമ്മൾ ബ്രാസ് ഏജ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഓരോ മെറ്റൽ ഏജസ് എന്തായിരുന്നു, ഹ്യൂമൻ ബീയിങ്സിന്റെ ആക്ടിവിറ്റീസിനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റി. അതായത് അവർക്കിടെ ഓരോരോ ഭാരങ്ങൾ, അതായത് ബർഡൻസ് കുറയാൻ തുടങ്ങി. The burden of labor was minimized by the use of metals instead of sharp rocks and wooden sticks for hunting and earning foods. അപ്പോൾ പണ്ട് കാലത്ത് എല്ലാവരും ഈ ഹണ്ടിങ്ങിനൊക്കെ വേട്ടയാടാനും ഒക്കെ പോകുമ്പോൾ അവിടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്, റോക്സ്, ഷാർപ്പ് റോക്സും വുഡൻ സ്റ്റിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മെറ്റൽസിന്റെ ഡിസ്കവറി വന്നപ്പോൾ, ഓരോ മെറ്റൽസിന്റെ ഡിസ്കവറി ആയപ്പോൾ ഈ ലേബേഴ്സിന്റെ മനുഷ്യർക്കിടെ ആ ഒരു ബർഡൻ എന്തായാലും കുറഞ്ഞു വരുന്നു. അപ്പോൾ the development in the fields of agriculture and industries are the results of the invention of metals, aren't they? Think about it. അപ്പോൾ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രീസിലും ഓരോ ഡെവലപ്മെന്റ്സ് വന്നപ്പോൾ ഈ ഓരോ മെറ്റൽസിന്റെ ഇൻവെൻഷൻസും കൂടി വന്നു. Iron, which is used in making equipments ranging from pins to aeroplanes, as well as copper, and aluminum having various uses in our daily life, are metals which change the history. Copper, gold, silver and platinum used for making jewelry are metals. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ജീവിതത്തില് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നോക്കുമ്പോൾ നമ്മൾ ഓരോ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ വീടിന്റെ ഓരോ സാധനങ്ങളും നോക്കിയാൽ അല്ലെ, നമ്മുടെ ഓരോ സാധനങ്ങളും നോക്കിയാൽ നമ്മൾ ഒന്നല്ല ഒരു രീതിയിൽ നമ്മൾ ഓരോ മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അയൺ എടുത്താൽ
നമ്മൾ യൂസ് ചെയ്യുന്ന പിന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന ചില പാത്രങ്ങൾ അല്ലെ, നമ്മൾ യൂസ് ചില ഇപ്പോ അലമാര ആവാം, ഷെൽഫുകളാവാം, ഗേറ്റ് ആവാം, നമ്മുടെ ജനലുകളാവാം അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും പിൻസ് ടു എയ്റോപ്ലെയിൻ നമ്മൾ ഇവിടെ എവിടെയാ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ അയൺ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോപ്പർ മെറ്റൽ എടുത്താൽ നമ്മൾ വയർസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചെമ്പ് പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു രീതിയിൽ നമ്മൾ ഈ മെറ്റൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അലൂമിനിയം എടുത്താൽ അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അലൂമിനിയം നമ്മൾ വയർസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം അല്ലെ, ഹൈ ടെൻഷൻ വയർസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ജ്വല്ലറീസ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന മാലയും കമ്മലും നല്ല ഗോൾഡ് ആവാം, സിൽവർ ആവാം അല്ലെ. ഇതെല്ലാം ഈ മെറ്റൽസ് നല്ല ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ ഈ മെറ്റൽസിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. Have you ever thought how these metals are extracted from nature? Do we get them directly from nature the way they are used? Let's examine. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഈ മെറ്റൽസ് എങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത്, എങ്ങനെയായിരിക്കും ഈ മെറ്റൽസിനെ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണോ നമുക്ക് കിട്ടുന്നത്, നമ്മൾ എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അത് പഠിക്കാൻ, നമുക്ക് അതിനെ കൂടുതൽ നമുക്ക് ഡെപ്തിൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ മെറ്റൽസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. The chemically reactive metals are found in the combined state, while the relatively unreactive metals are found in the native state in the Earth's crust. നമ്മുടെ ഭൂമിയിൽ അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസും ഉണ്ട്, അതേപോലെ തന്നെ അൺറിയാക്റ്റീവ് മെറ്റൽസും ഉണ്ട്. ഏതൊക്കെയാണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്? നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എലിമെന്റ്സ് ആർ ഹൈലി റിയാക്റ്റീവ് എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം മെറ്റല് നമ്മൾ ഓൾവേസ് വി ആർ പ്രിസർവിങ് ഇറ്റ് അണ്ടർ കെറോസിൻ അല്ലെ. കെറോസിന്റെ അടിയിലാണ് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ കെറോസിന്റെ അടിയിൽ അവനെ ആ സോഡിയം മെറ്റലിനെ നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്താൽ അതെന്താവും, എയറിന്റെ കൂടെ റിയാക്ട് ഓക്സൈഡ് ഫോം ആവും. അതായത് ഫോം കമ്പൈൻഡ് ഫോം, വാട്ടറിന്റെ കൂടെ പെട്ടെന്ന് റിയാക്ട് ആവും അല്ലെ. അപ്പോൾ ദേ ആർ ഹൈലി റിയാക്റ്റീവ്. അതേപോലെ തന്നെ നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ അൺറിയാക്റ്റീവ് മെറ്റൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗോൾഡ്, പ്ലാറ്റിനം അല്ലെ. ഈ ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ ഹൈലി അൺറിയാക്റ്റീവ് മെറ്റൽസ്, അതായത് ദേ ആർ വെരി സ്റ്റേബിൾ ടുവേർഡ്സ് എയർ, വാട്ടർ അല്ലെ. ഈ ഗോൾഡ് ഒക്കെ നോക്കിയാൽ അവര് പെട്ടെന്ന് എയറിന്റെ കൂടെയോ ഓക്സിജന്റെ കൂടെയോ ഇല്ലയോ വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നില്ല. വെരി സ്റ്റേബിൾ, they are unreactive towards air or oxygen അല്ലെ. അപ്പൊ ആലോചിച്ച് നോക്കി, ഗോൾഡ് ഒക്കെ പെട്ടെന്ന് എയറിന്റെ കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് ഗോൾഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല അല്ലെ. നമ്മൾ ഗോൾഡിന്റെ എപ്പോഴും ഗോൾഡ് ഒരു മെറ്റല് എപ്പോഴും ഷൈനിങ് ആവും. ഒരു വർഷമായാലും 2 വർഷമായാലും 3 വർഷം അതിന്റെ ഷൈനിങ് എപ്പോഴും അതിന്റെ സെയിം ആയിരിക്കും. ഒരു മങ്ങൽ വരാം, ചെളി കൊണ്ട് മങ്ങൽ വരാം, അല്ലാതെ അതിന്റെ ഷൈനിങ് എപ്പോഴും സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവര് ഓക്സിജന്റെ കൂടെയോ വെള്ളത്തിന്റെ കൂടെയോ പെട്ടെന്ന് റിയാക്ട് ആവുന്നില്ല. നെക്സ്റ്റ്, the metallic compounds generally seen in the Earth's crust are called minerals. So നമ്മൾ ഇവിടെ നിങ്ങൾ കേട്ട് കാണണം, നമ്മൾ മൈനിങ് പ്രോസസ് അല്ലെ. നമ്മൾ മൈനിങ് എന്താണ്? ഈ മൈനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈനിങ് പ്രോസസ്സിലാണ് നമ്മൾ ഈ മിനറൽസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ മിനറൽസ്? the metallic compounds in the Earth's crust. അപ്പൊ ഭൂമിയുടെ അടിയിലുള്ള മെറ്റാലിക് കമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഈ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മിനറൽസിൽ എന്തുണ്ടാവണം? ഒരു മെറ്റൽ ഉണ്ടാവണം. ആ മെറ്റലിന്റെ കൂടെ ഇമ്പ്യൂരിറ്റീസും കാണാം. എർത്ത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് അതിന്റെ മണ്ണ് കാണാം, ക്ലേ കാണാം, വേറെ മെറ്റൽസിന്റെ ഇമ്പ്യൂരിറ്റീസ് കാണാം അല്ലെ. അതേപോലെ തന്നെ പല ഇമ്പ്യൂരിറ്റീസ് അതിന്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ മിനറൽസ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് കമ്പൗണ്ട്സ് ഇൻ ദി എർത്ത് ക്രസ്റ്റ് ആർ കോൾഡ് മിനറൽസ്. അപ്പൊ ഫോർ എക്സാമ്പിൾ
there could be many minerals having the same metal. അപ്പോൾ ഒരു മെറ്റലിന്റെ പല മിനറലുകൾ കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അലൂമിനിയം എടുത്താൽ അലൂമിനിയന്റെ പല മിനറൽസിന്റെ ഏതൊക്കെയാ? ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, ക്ലേ. ഈ ബോക്സൈറ്റ് ഏത് ഫോർമുല? ഓക്സൈഡ് ഫോർമുല Al2O3 2H2O. ക്രയോലൈറ്റോ ഫ്ലൂറൈഡ് ഫോർമുല, ക്ലേയോ ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡിന്റെ ഫോർമുല ആണ്. അപ്പൊ ഇതൊക്കെയാണ് അലുമിനിയത്തിന്റെ മിനറൽസ്. So however, all these minerals cannot be used for the extraction of metals. ഈ എല്ലാ മിനറൽസ്, ഈ അലുമിനിയത്തിന്റെ എല്ലാ മിനറൽസ് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ, ഈ അലുമിനിയം മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ എന്തുകൊണ്ടാണ്? എന്താണ് ഈ മിനറൽസിന് എക്സ്ട്രാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് വേണം ഈ മിനറലിന് നമുക്ക് നോക്കാം. What are the characteristics possessed by the minerals that are used for the extraction of metals? ഒരു മെറ്റലിനെ, അലുമിനിയം മെറ്റലിനെ ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി, ഒരു മിനറലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി എ ഹൈലി അബണ്ടൻസ്, അല്ലെ? അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എർത്ത് ക്രസ്റ്റ്, നമ്മൾ ഭൂമിയിൽ ആ മിനറല് കൂടുതൽ പെർസെൻറ്റേജിൽ അത് നമുക്ക് കിട്ടണം. ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറേബിൾ, നമുക്ക് എളുപ്പത്തില് ആ ഒരു മെറ്റലിനെ ആ മിനറലിൽ നിന്നും എളുപ്പത്തിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയണം. ഹൈ മെറ്റൽ കണ്ടന്റ്, ആ മിനറലില് ആ മെറ്റലിന്റെ പെർസെൻറ്റേജ് കൂടുതലായിരിക്കണം. അതേപോലെ തന്നെ ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ, ആ എൻറ്റയർ പ്രോസസ്സ് നമ്മൾ എക്സ്ട്രാക്ഷൻ നടത്തുക, ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ ഒരു ഫുൾ ഹോൾ പ്രോസസ്സ് എന്തായിരിക്കും? ലോ കോസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ആണെങ്കിലേ നമുക്ക് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മൈനിങ്ങിന് നമ്മൾ ആ ഒരു ഉപകാരം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഹോൾ പ്രോസസ്സ്, ഇതെല്ലാം ഈ 4 ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിലേ നമുക്ക് ആ മിനറലിനെ, ആ ഒരു മെറ്റലിനെ ആ മിനറലിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എമോങ് ദ മിനറൽ, ഓക്കെ, എന്താണ് ഈ ഓർ എന്ന് നോക്കാം. നെക്സ്റ്റ്, a mineral from which a metal is economically, easily and quickly extracted is called the ore of the metal. നമ്മൾ പറഞ്ഞു ആ അലുമിനിയത്തിന് നമ്മൾ ഇപ്പൊ കണ്ടത് 3 ഓറാണ്. അത് കൂടാതെ 3 മിനറൽ ആണ്. അത് കൂടാതെ നമുക്ക് വേറെ മിനറലും ഉണ്ട് അലുമിനിയത്തിന്റെ. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ 3 എക്സാമ്പിൾ നോക്കിയാല് അതില് ഏത് മിനറലിനാണ് മെറ്റൽ കണ്ടന്റ് കൂടുതൽ, ഏത് മിനറലായിരിക്കും എളുപ്പത്തിൽ നമുക്ക് അലുമിനിയത്തിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എളുപ്പത്തിലേക്ക്, അതാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. A mineral from which a metal is economically, easily and quickly extracted is called the ore of the metal. അപ്പോൾ ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർ എന്ന് പറഞ്ഞാൽ അത് മിനറലാണ്. ആ മിനറലിൽ എന്തായിരിക്കണം? ആ മിനറലില് ഹൈ പെർസെൻറ്റേജ് ഓഫ് മെറ്റൽ ഉണ്ടാവണം, എളുപ്പത്തിൽ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം, എക്കണോമിക് ലോ കോസ്റ്റ് ആയിരിക്കണം, അല്ലെ? പെട്ടെന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. Among the minerals of aluminum, bauxite possesses these properties. Hence, bauxite is the ore of aluminum. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സാമ്പിളില് അലുമിനിയത്തിന്റെ 3 മിനറൽസില് ഹൈ പെർസെൻറ്റേജ് മെറ്റൽ ഉള്ളത് ഏത് മിനറൽ ആയിരിക്കും? ബോക്സൈറ്റിലായിരിക്കും. അതുകൊണ്ട് ബോക്സൈറ്റ് ഇസ് എ മിനറൽ. ബോക്സൈറ്റ് ഇസ് ദ ഓർ ഓഫ് അലുമിനിയം. ബോക്സൈറ്റ് മിനറലും ആണ്, ബോക്സൈറ്റ് ഓറും ആണ്. All ores are minerals, but are all minerals ores? ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അലുമിനിയത്തിന്റെ ക്രയോലൈറ്റ്, ബോക്സൈറ്റ്, ക്ലേ, അല്ലെ, ഈ 3 മിനറൽസ് അവര് മിനറൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ആ തന്നിരിക്കുന്ന മിനറൽസില് ഏത് മിനറലാണോ മെറ്റൽ കണ്ടന്റ് കൂടുതൽ ഉള്ളത്, പെട്ടെന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണത്, ലോ കോസ്റ്റില് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മിനറലിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയാല് അവർ നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഓൾ ഓർസ് ആർ മിനറൽസ്, അല്ലെ? എല്ലാ ഓറും മിനറൽ. ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഓറാ. ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന ഓറ് അതൊരു മിനറൽ തന്നെയാണ്, അല്ലെ?
all ores are minerals, but all minerals are ore. എല്ലാ മിനറലും ഓർ എന്ന് പറയാൻ പറ്റുമോ? ഈ തന്നിരിക്കുന്ന അലുമിനിയത്തിന്റെ 3 മിനറലും ഓർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമുക്ക് പറയാൻ പറ്റും all ores are minerals, but all minerals are not ores. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. എന്താണ്? ഇപ്പോ അയണിന്റെ ഓർ എന്ന് പറയുന്നത് ഹെമറ്റൈറ്റും ഇല്ലെങ്കിൽ അയൺ പൈററ്റസ്, ഹെമറ്റൈറ്റും അയൺ വേറെ ഒരു പേരുണ്ട് അയൺ പൈററ്റസ്. സോ Fe2O3 Fe3O4. അപ്പോൾ ഈ ഹെമറ്റൈറ്റിലും അയൺ പൈററ്റസ് ഏതാണ് അയണിന്റെ ഓർ എന്ന് പറഞ്ഞാൽ ഹെമറ്റൈറ്റ് ആയിരിക്കും. അയൺ പൈററ്റസ് എന്തായിരിക്കും? അത് ഇറ്റ് ഇസ് നോട്ട് ആൻ ഓർ ഓഫ് അയൺ. എന്തുകൊണ്ടാണ്? ഈ അയൺ പൈററ്റസില് അയണിന്റെ കണ്ടന്റ്, അതായത് അയണിന്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതേപോലെ തന്നെ അതിൽ ഇംപ്യൂരിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അയൺ പൈററ്റസ് നമ്മൾ ഓറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ അയണിന്റെ ഒരു ഓർ എന്ന് പറഞ്ഞാൽ ഹെമറ്റൈറ്റും അതിന്റെ ഹെമറ്റൈറ്റ് ആണ് അതിന്റെ ഓർ ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഹെമറ്റൈറ്റിലാണ് പെർസെൻറ്റേജ് ഓഫ് മെറ്റൽ കൂടുതൽ. അപ്പൊ നമുക്ക് അങ്ങനെ അത് മനസ്സിലാക്കാം. Given below is the table showing certain metals, their ores and their chemical formula. Analyze the table and find out the following. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിക്കാം, what is the ore of aluminum? What are the ores of iron? What are the ores of copper? What are the ores of zinc? എന്ന് ചോദിക്കാം. അപ്പൊ അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ്. ഇതിന്റെ കെമിക്കൽ ഫോർമുല A2O3 2H2O. അയണിന്റെ ഓർ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റ്. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3, മാഗ്നറ്റൈറ്റ് Fe3O4. കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റസ് CuFeS2, ക്യൂപ്രൈറ്റ് Cu2O. സിങ്കിന്റെ ഓർ എന്ന് പറയുന്നത് സിങ്ക് ബ്ലെൻഡ് ZnS, പിന്നെ കെലമൈനസ് സിങ്ക് കാർബണേറ്റ്. ഇവിടെ നോക്കിയേ, ഇതെല്ലാം കമ്പൈൻഡ് ഫോമിലാണല്ലോ. ഇതെല്ലാം ഫ്രീ ഫോമിലാണോ? എല്ലാം റിയാക്റ്റീവ് മെറ്റൽസാ, എല്ലാം കമ്പൈൻഡ് ഫോമിലാണ്. ഇതിവിടെ കാർബണേറ്റ് ഫോമില്, ഇവിടെ സൾഫൈഡ് ഫോമില്, ഇവിടെ ഓക്സൈഡ് ഫോമില്, അല്ലെ? ഇവിടെ സൾഫൈഡ് ഫോമില് ആണ്. അപ്പൊ ഇവരെല്ലാം റിയാക്റ്റീവ് മെറ്റൽസാ. വിച്ച് മെറ്റൽ ഓർ ഇസ് കലാമൈൻ? ഏത് മെറ്റലിന്റെ ഓറാണ് കലാമൈൻ? സിങ്ക്. വിച്ച് ഈസ് ദ ഓർ ഓഫ് അലുമിനിയം? ഏതിന്റെ അലുമിനിയത്തിന്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ്. വിച്ച് മെറ്റൽസ് ഹാവ് സൾഫൈഡ് ഓർസ്? ഏത് മെറ്റൽസിന് സൾഫൈഡ് ഓർസ് ഉള്ള? ഇവിടെ നോക്കിയേ, ഈ ചാർട്ടിൽ നോക്കിയേ, സിങ്ക് സൾഫൈഡ്, അല്ലെ? സിങ്ക് ബ്ലെൻഡ്, അല്ലെ? സിങ്കിനും ഉണ്ട്. അതുപോലെ കോപ്പറിനുണ്ടോ? ഇവിടെ കണ്ടോ, കോപ്പർ പൈറൈറ്റസ് CuFeS2, ഇതൊരു സൾഫൈഡ് ഓർ. അപ്പൊ ഏത് മെറ്റൽസിന് സൾഫൈഡ് ഓർ ഉള്ള? കോപ്പറും പിന്നെ സിങ്ക്. Metallurgy involves all process leading to the separation of a pure metal from its ore. അപ്പോ നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് അതിനെ നമ്മൾ മെറ്റലർജി എന്ന് പറയും. എന്താണ് ഈ മെറ്റലർജി? ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് എ പ്യുവർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഓറിന് എങ്ങനെ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടാം? ആ ഹോൾ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ ഇപ്പൊ CBSE ഇനി അടുത്ത കൊല്ലം +1 വരുമ്പോൾ, ഇല്ലെങ്കിൽ +2 വരുമ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ ആ +2 വരുമ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ മെറ്റലർജി എന്ന് പറയും. അപ്പൊ എന്താണ് ഈ മെറ്റലർജി? സെപ്പറേഷൻ ഓഫ് എ മെറ്റൽ, പ്യുവർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ ഈസ് കോൾഡ് ആസ് മെറ്റലർജി. അപ്പൊ ഈ മെറ്റലർജി പ്രോസസ്സില് അപ്പൊ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റേജ് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. നമുക്ക് ഒരു പ്യുവർ മെറ്റൽ കിട്ടുന്ന വെച്ചാൽ പല പ്രോസസ്സും ഉണ്ട്. അപ്പൊ അതിൽ മെയിൻ പ്രോസസ്സ് 3 പ്രോസസ്സ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, extraction of metals from the concentrated ore, refining of metals.
അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്, ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ നമ്മൾ ത്രൂ മൈനിങ് നമ്മൾ മിനറൽസിനെ എടുത്തു അല്ലെ, ആ മിനറൽസിൽ നമ്മൾ ആ ഓർ ഏതാണ് ഹൈ മെറ്റലിന്റെ പെർസെൻറ്റേജ് കൂടുതൽ എക്കണോമിക്കലായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത്, അതാണ് നമ്മൾ ഓർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഓർ ചൂസ് ചെയ്തു അല്ലെ. ആ ഓർ ഇപ്പൊ നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുമ്പോൾ ആ മിനറൽസ് ഒക്കെ ലാർജ് ലംസ് വലിയ വലിയ പീസസ് ആയിരിക്കും അല്ലെ, വലിയ പീസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പൗഡർ ചെയ്യണം. അല്ലെ, ആ മിനറൽസിനെ ആ ഓറിനെ നമ്മൾ പൗഡർ ഫോമിലേക്ക് കൊണ്ടുവരണം. ആ പ്രോസസ്സിനെ നമ്മൾ പൾവറൈസേഷൻ എന്ന് പറയും. അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല, നമ്മൾ അത് പൗഡർ ഫോമിൽ കൊണ്ടുവരണം. ആ പൗഡർ ഫോമിൽ കൊണ്ടുവന്ന ആ ഓറിനെ നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്താണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്? നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്നാണ് നമ്മൾ ഈ ഓർ കിട്ടുന്നത്. അപ്പൊ ഭൂമിയുടെ അടിയിൽ നിന്ന് പറയുമ്പോൾ അതിൽ മണ്ണ് കാണാം അല്ലെ, മണ്ണ് കാണാം, സാൻഡ് കാണാം, ക്ലേ കാണാം അല്ലെ, വേറെ മെറ്റലിന്റെ ഇമ്പ്യൂരിറ്റീസ് കാണാം. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്റൻഷന് എന്താണ്? നമ്മളെ ഓറ് അപ്പൊ ആ ഉള്ള മണ്ണോ സാൻഡോ ക്ലേയോ ആ ഇമ്പ്യൂരിറ്റീസിനെ കളയണം. ആ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് കളയണം. അതാണ് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. ഇപ്പൊ ഇവിടെ പല മെത്തേഡ് ഉണ്ട്, കാൽസിനേഷൻ, റോസ്റ്റിംഗ്, അതൊക്കെ ഞാൻ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ലാസ്റ്റ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അപ്പൊ എന്താണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്? ആദ്യത്തെ 2 ലൈൻ അണ്ടർലൈൻ ചെയ്യണം. ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് ദ ഇംപ്യൂരിറ്റീസ് ഓർ ഗാംഗ്യൂ ഫ്രം ദ ഓർ obtained from the earth's crust is called as the concentration of ore. ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു, ഈ ഓർ നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ. ആ ഭൂമിയുടെ അപ്പൊ അതില് ഇംപ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ഇംപ്യൂരിറ്റീസ്, എർത്തിലി ഇംപ്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ഗാംഗ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെറ്റലർജി പ്രോസസ്സിൽ നമ്മൾ ഒരു ടേം ആണ് യൂസ് ചെയ്യുന്നത്, ഗാംഗ്യൂ എന്ന് പറഞ്ഞാൽ എർത്തിലി ഇംപ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗാംഗ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്യൂരിറ്റീസിനെ ആ ഓറിന് ആ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ എടുത്തു കളയുന്നു. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൽ പല മെത്തേഡ് ഉണ്ട്. എല്ലാ മെത്തേഡ്സിനും ഒരേ മെത്തേഡ് യൂസ് ചെയ്യാനും പല മെത്തേഡ്സിനും നമുക്ക് പല രീതികളുണ്ട്. നമുക്ക് നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഓർ ആൻഡ് ദ ഇംപ്യൂരിറ്റീസ് there are different methods of concentration. എന്തുകൊണ്ടാണ് ഒരു മെത്തേഡ് ആവാത്തെ? ഒരു ഓറിന്റെയും ഇംപ്യൂരിറ്റീസിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഈ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നോക്കാം, ആദ്യത്തെ മെത്തേഡ് ഏതാണ് നോക്കാം. ലിവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. എന്താണ് ഈ ലിവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് നമുക്ക് നോക്കാം. ഈ മെത്തേഡില് when the impurities are lighter and the ore particles are heavier. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഓരോ മെത്തേഡ് ചൂസ് ചെയ്യുന്നത് എന്തുവാ? ഈ ഇംപ്യൂരിറ്റീസിന്റെ ഓറിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഈ മെത്തേഡുകൾ, ഓരോ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലീവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗില് എന്തായിരിക്കണം? ഈ ഇംപ്യൂരിറ്റീസിന്റെ നേച്ചർ എന്തായിരിക്കണം? ഇംപ്യൂരിറ്റീസ് ലൈറ്റർ ആയിരിക്കണം, ഓർ പാർട്ടിക്കിൾ ഹെവി ആയിരിക്കണം. ഓറ് കനം കൂടിയതും ഇംപ്യൂരിറ്റീസ് കനം കുറഞ്ഞതായിരിക്കണം. The lighter impurities are removed by washing in a current of water. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഹൈഡ്രോളിക് വാഷിംഗ് പ്രോസസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനെ നമ്മളൊരു ഹൈഡ്രോളിക് ക്ലാസിഫയർ എന്ന് പറയും. ഇവിടെ താഴെ കണ്ടോ, ഇവിടെ താഴെ നമ്മൾ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മുകളിൽ നിന്ന് നമ്മൾ പൗഡേർഡ് ഓർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ താഴെ ആ ഓർ, കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇവിടെ മുകളിൽ ഗാംഗ്യൂ പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഗാംഗ്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇംപ്യൂരിറ്റീസ് അല്ലെ, ഇംപ്യൂരിറ്റീസിനെ നമ്മൾ റിമൂവ് ചെയ്യും.
ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ അപ്വേർഡ് സ്ട്രീം ഓഫ് വാട്ടർ, അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ, താഴെ നിന്ന് നമ്മൾ വാട്ടറിന്റെ സപ്ലൈ കൊടുക്കുകയാണ്, അപ്വേർഡ് സ്ട്രീം ഓഫ് വാട്ടർ കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് നമ്മൾ പൗഡർഡ് ഓർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മെത്തേഡില് ഓറ് ഹെവിയർ ആയിരിക്കണം. ആ ഓർ ഹെവിയർ ആയിട്ടുള്ള ഓർ എന്തായിരിക്കും, താഴെ വന്ന് സെറ്റിൽ ആവും. അപ്പൊ താഴെ വരുമ്പോൾ ഇതിവിടെ കോൺസെൻട്രേറ്റഡ് ഓർ കളക്ട് ചെയ്യും. ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും, ലൈറ്റർ ആയിരിക്കും, കനം കുറഞ്ഞതായിരിക്കും. ആ ഇംപ്യൂരിറ്റീസ് എന്താവും, ആ ഓറിന്റെ മുകളിലുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം ഈ വാഷിംഗ് പ്രോസസ്സിൽ ഇത് മുകളിലോട്ട് വരും. അത് ലൈറ്റർ ആയതുകൊണ്ട് അത് വെള്ളത്തിന്റെ മുകളിൽ വരും. ആ വെള്ളത്തിന്റെ മുകളിലുള്ള ഇതിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്യുക, ഇംപ്യൂരിറ്റീസ് എല്ലാം ഇവിടുന്ന് കളയും. ഇത് കണ്ടിന്യൂസ് ആയിരിക്കണം, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയാലേ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്, ഇംപ്യൂരിറ്റീസ് ലൈറ്റർ ആയതുകൊണ്ട് മുകളിൽ വരും. ആ മുകളിലുള്ള ഇംപ്യൂരിറ്റീസ് നമ്മൾ ഇവിടെ കളക്ട് ചെയ്യും. ഓർ എന്തായിരിക്കും, ഓറ് ഹെവിയർ ആയിരിക്കും. ഈ ഹെവിയർ ഇതുകൊണ്ട് താഴെ വന്ന് സെറ്റിൽ ആവും. അപ്പൊ ഇത് നമ്മൾ ഇവിടെ കളക്ട് ചെയ്യും. അപ്പോൾ ഈ മെത്തേഡില് നമ്മൾ ഇതിനെ ഗ്രാവിറ്റി സെപ്പറേഷൻ മെത്തേഡ് എന്നും പറയുന്നു. എന്തുകൊണ്ടാ, ഇതിന്റെ ഓറിന്റെ പാർട്ടിക്കൽ ഹെവിയർ ആയതുകൊണ്ട് താഴെ വന്ന് സെറ്റ് ചെയ്ത് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ ഗ്രാവിറ്റി, അല്ലെ, ഡിഫറൻസ് ഇൻ ദ ഗ്രാവിറ്റി ബിറ്റ്വീൻ ദ ഇംപ്യൂരിറ്റീസ് ആൻഡ് ദ ഓർ. അപ്പൊ എന്തൊക്കെയാണ്, ഏതൊക്കെ മെറ്റൽസിന് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം? Example, concentration of oxide ore and concentration of ores of gold. Oxide ores or gold of ores in the gold in the ores in the ഈ മെത്തേഡിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഇവിടെ this process is used when the impurities are heavier and the ore particles are lighter. അപ്പോൾ ഹൈഡ്രോളിക് വാഷിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള നേച്ചറാണ് ഇവിടെ എന്തായിരിക്കണം, ഇംപ്യൂരിറ്റീസ് ഹെവിയർ ആയാൽ, ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആയാൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. അപ്പൊ ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡിൽ ഏത് ടൈപ്പ് ഓർസ് ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, സൾഫൈഡ് ഓർസ് ആണ് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ ഇങ്ങനെയാണ് ഈ മെത്തേഡ് നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു റൊട്ടേറ്റിംഗ് പാഡലാണ്. ഇവിടെ അല്ലെ, ഒരു റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അതിന്റെ താഴെ ഒരു സ്റ്റിറർ ഉണ്ട്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റിറർ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. ഇവിടെ സ്റ്റിറർ റൊട്ടേറ്റ് ആവുമ്പോൾ ഇവിടെ എയർ എന്താവും, എയർ കംസ് ഇൻസൈഡ്. അപ്പൊ ഈ എയർ ഉള്ളിലോട്ട് വരും. അപ്പൊ ഇവിടെ സൈഡില് നമ്മൾ എന്താണ്, ഈ ഓറിന്റെ കൂടെ നമ്മൾ പൈൻ ഓയിലും വാട്ടറും നമ്മൾ മിക്സ് ചെയ്യാണ്. അപ്പൊ ഓറും പൈൻ ഓയിലും വാട്ടറും നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റിംഗ് പാഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിറർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയർ ഉള്ളിൽ വരുന്നു. എയർ ഉള്ളിൽ വരുമ്പോൾ ഈ പൈൻ ഓയിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ പൈൻ ഓയിൽ ഇറ്റ് ഇൻക്രീസസ് ദ വെറ്റബിലിറ്റി ഓഫ് ദ ഓർ. ഈ പൈൻ ഓയിൽ എന്ത് ചെയ്യും, ഈ ഓറിന്റെ മുകളിൽ ഒരു ലെയർ ഫോം ചെയ്യും. അപ്പൊ ലെയർ ഫോം ചെയ്യുമ്പോൾ അതെന്താവും, വാട്ടറിന്റെ കൂടെ നനയത്തില്ല. അപ്പോ ഈ ഓറ് ആ ഒരു ഓറിന്റെ മുകളിൽ ഒരു പൈൻ ഓയിലിന്റെ ലെയർ വരുമ്പോൾ ഈ സ്റ്റിറർ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ പത വരും. പത വരുമ്പോ ആ ഫ്രോത്ത് പതഞ്ഞു വരുമ്പോൾ ആ ഫ്രോത്ത് എന്തായി, ആ പത മുകളിൽ വരും. ഇതാണ് ഇവിടെ ഈ പത. അപ്പൊ ഈ ഓർ പാർട്ടിക്കിൾസ് എല്ലാം പതയുടെ കൂടെ പതഞ്ഞു വരും. അപ്പൊ ഫ്രോത്തിന്റെ കൂടെ എന്തായിരിക്കും, ഓർ പാർട്ടിക്കിൾസ് ആയിരിക്കും. സപ്പോസ് ഈ ഓറിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഈ വാട്ടർ ഈ ഇംപ്യൂരിറ്റീസിനെ നനയ്ക്കും. ആ ഇംപ്യൂരിറ്റീസ് ഗാംഗ്യൂ എന്താവും, ഈ ഗാംഗ്യൂ താഴെ വന്ന് സെറ്റിലാവും. ഗാംഗ്യൂ താഴെ വന്ന് സെറ്റിലാവും. ഓർ എന്താവും, ഈ ഫ്രോത്ത് ഈ പതയുടെ കൂടെ പോവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മള് ഈ ഫ്രോത്തിനെ എല്ലാം നമ്മൾ എടുക്കും.
മുകളിൽ ഈ ഫ്രോത്ത് എപ്പോഴും ലൈറ്റർ ആയിരിക്കുമല്ലോ. ലൈറ്റർ ആകുമ്പോൾ ഈ ഫ്രോത്തിൽ എന്തുണ്ട്, ഫ്രോത്ത് ഉണ്ട്, ഓർ പാർട്ടിക്കിളും ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, വേറെ ടാങ്കിലോട്ട് നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വേറെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അത് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് അങ്ങനെ നമുക്ക് ഫ്രോത്തിനെയും ഓറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ അപ്പോൾ ഇവിടെ എന്താണ്, ഇമ്പ്യൂരിറ്റീസ് ആർ ഹെവിയർ. ഈ ഓറിലുള്ള ഇമ്പ്യൂരിറ്റി താഴെ വന്ന് സെറ്റിൽ ആവും. ഓർ എന്തായിരിക്കും, ഓറ് കനം കുറഞ്ഞതായിരിക്കും. കനം കുറഞ്ഞതായതുകൊണ്ട് ഇവിടെ ഈ പൈൻ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വാട്ടറിന്റെ കൂടെ അത് നനയത്തില്ല. അപ്പൊ അതെന്തെങ്കിലും ഈ ഫ്രോത്തിന്റെ കൂടെ, ഈ പതഞ്ഞതിന്റെ മുകളിൽ ഫ്രോത്തിന്റെ കൂടെ വരും. ആ ഫ്രോത്ത് നമ്മൾ സ്കിം ചെയ്യും. സ്കിം എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്ത് അത് നമ്മൾ വേറെ ടാങ്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് ഏതാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ്. ആ ടേം തന്നെ നമുക്ക് അറിയാൻ പറ്റും, മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെ. ഇഫ് either the ore or the impurity has the magnetic nature, concentration is done by this method. അപ്പൊ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡില് ഒന്നുപോലെ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഓറ് എന്തായിരിക്കണം, മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ ഓർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് നമുക്ക് ഇത് മാഗ്നറ്റിക് നേച്ചർ ഉള്ളത് ഏതൊക്കെ ആയിരിക്കും, അയൺ, ഓർ ഓഫ് അയൺ അല്ലെ. ഓർ ഓഫ് അയൺ, കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു അയണിന്റെ ഒരു ഓറ അല്ലെ. ആൻഡ് ഓൾസോ ടു സെപ്പറേറ്റ് അയൺ ടങ്സ്റ്റേറ്റ്, ദ മാഗ്നറ്റിക് ഇംപ്യൂരിറ്റി ഫ്രം ടിൻ സ്റ്റോൺ, ദ നോൺ മാഗ്നറ്റിക് ഓർ ഓഫ് ടിൻ. അപ്പോ ഈ മെറ്റൽസിനെ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷനിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് റിങ് ഉണ്ട് അല്ലെ. ആ രണ്ട് റിങ്ങില് ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. ഇത് നമ്മൾ കൺവെയർ ബെൽറ്റ് എന്ന് പറയും. ചുറ്റും ഒരു ബെൽറ്റ് ഉണ്ട്. മുകളിൽ നമ്മൾ ഇതിന്റെ ഓറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു റോളർ, ഇവിടെ തന്നിരിക്കുന്ന രണ്ട് റോളറിൽ ഒരു റോളർ നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഇത് നോൺ മാഗ്നറ്റിക് ആണ്, ഇത് മാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. രണ്ടും മാഗ്നറ്റിക് അല്ല. ഇതിവിടെ തന്നിട്ടുണ്ടല്ലോ മാഗ്നറ്റിക് റോളർ ആയിരിക്കും, ഇത് നോൺ മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും. ഈ കൺവെയർ ബെൽറ്റ് എന്തായിരിക്കും, ഇത് എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ജസ്റ്റ് നമ്മൾ സൈക്കിളിൽ നമ്മൾ പെഡലടിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഓറ് ഇവിടെ ഇടുമ്പോൾ ഈ ഓറ് ഇതിൽ കൂടെ, ഈ കൺവെയർ ബെൽറ്റിൽ കൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് റോളറിലൂടെ വരും. മാഗ്നറ്റിക് റോളറിന് വരുമ്പോൾ മാഗ്നറ്റിക് നേച്ചർ ഉള്ള സാധനം, ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞതിന് ഒന്നോനെ ഇമ്പ്യൂരിറ്റി ഇല്ലെങ്കിൽ ഓറ് മാഗ്നറ്റിക് ആയിരിക്കും. ഇപ്പൊ സപ്പോസ് മാഗ്നറ്റിക് നേച്ചർ, ഇപ്പൊ ഓറ് മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ അതെന്തായിരിക്കും, ഈ റോളറിന്റെ തൊട്ട് താഴെ വന്ന് വീഴും. നോൺ മാഗ്നറ്റിക് ആണെങ്കിലോ, ഇപ്പൊ ഇമ്പ്യൂരിറ്റി നോൺ മാഗ്നറ്റിക് ആണെങ്കിലോ അത് ഇറ്റ് ഫാൾസ് എവേ ഫ്രം ദ റോളർ. അപ്പൊ ഇവിടെ കണ്ടോ, രണ്ട് ബീക്കർ രണ്ട് സ്ഥാനത്താണ്. ഒരെണ്ണം നോൺ മാഗ്നറ്റിക് ആയിരിക്കും, ഒരെണ്ണം മാഗ്നറ്റിക് കമ്പോണന്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഓറും ഇമ്പ്യൂരിറ്റിയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സപ്പോസ് ഓറ് മാഗ്നറ്റിക് ആണെങ്കിൽ അപ്പൊ ഇവിടെ ഓറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ റൊട്ടേറ്റിംഗ് പാഡിൽ ഇവിടെ രണ്ട് റോളർ ഉണ്ട്, ഒരെണ്ണം മാഗ്നറ്റിക് ഒരെണ്ണം നോൺ മാഗ്നറ്റിക്. ഇത് ഒരു കൺവെയർ ബെൽറ്റ് ആണ്. ഈ ബെൽറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഓർ എന്തായിരിക്കും, ഓർ ഇങ്ങനെ ഈ ബെൽറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഓർ മാഗ്നറ്റിക് ആണെങ്കിൽ ആ റോളറിന്റെ തൊട്ട് താഴെ വന്ന് വീഴും. ഇമ്പ്യൂരിറ്റി നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും, അത് ഇറ്റ് ഫാൾസ് അവേ ഫ്രം ദ മാഗ്നറ്റിക് റോളർ. അങ്ങനെയാണ് ഈ മെത്തേഡിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീനെയും ഓറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്, ലാസ്റ്റ് മെത്തേഡ് ഏതായിരിക്കും, ഇത് ലീച്ചിങ്. എന്താണ് ഈ ലീച്ചിങ് പ്രോസസ് എന്ന് നമുക്ക് നോക്കാം. ലീച്ചിങ് പ്രോസസ്സിൽ on adding the ore
to a suitable solution, a chemical reaction takes place and the ore dissolves. The insoluble impurities are filtered off. The pure ore is separated from the filtrate by a chemical reaction. So, for example, bauxite, the ore of aluminum is concentrated by this method. അപ്പോൾ ഈ ലീച്ചിങ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു ഓറ് നമ്മൾ ഒരു ആ ഓറിനെ നമ്മൾ ഏതെങ്കിലും കെമിക്കൽസിൽ നമ്മൾ ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ഓറ് ഈ കെമിക്കലിന്റെ കൂടെ സോളിബിൾ ആയി പോകും. പക്ഷെ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ ആ ഇംപ്യൂരിറ്റീസ് ഈ കെമിക്കൽസിന്റെ കൂടെ റിയാക്ട് ആവുന്നില്ല. ഇത് ഇൻസോളിബിൾ ആയിരിക്കും. അപ്പോൾ അത് ഇൻസോളിബിൾ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ ഒരു സെയിം സൊല്യൂഷനിൽ നമ്മളൊരു ഇംപ്യൂർ ഓർ നമ്മൾ ആഡ് ചെയ്തു. ആ ഓർ എന്താവും ആ സൊല്യൂഷനെ ഡിസോൾവ് ചെയ്യും. ആ സെയിം സൊല്യൂഷനിൽ എന്തായിരിക്കും ഇംപ്യൂരിറ്റി നോൺ സോളിബിൾ ആയിരിക്കും. അതിനെന്തായിരിക്കും അപ്പോൾ അവിടെ താഴെ സെറ്റിലാവും. അത് നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇംപ്യൂരിറ്റീസ് നമ്മൾ കളഞ്ഞു അല്ലേ. അങ്ങനെയാണ് നമുക്ക് പ്യുവർ ഓറിനെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഏത് ടൈപ്പ് ഓർസിനെയാണ് നമ്മൾ ലീച്ചിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഓർ ഓഫ് അലുമിനിയം, ബോക്സൈറ്റ്. വേറൊരു എക്സാമ്പിൾ തരുവാണെങ്കിൽ സപ്പോസ് ഗോൾഡും സിൽവർ ഓർ. അപ്പൊ രണ്ടും ഉണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സപ്പോസ് ഒരു സിൽവർ ഓർ ഉണ്ടെങ്കിൽ ഈ സിൽവർ ഓറ് പ്യുവർ സിൽവർ ഓറിനെ നമ്മൾ സോഡിയം സയനൈഡിന്റെ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യും. സോഡിയം സയനൈഡ് കെമിക്കലിന്റെ കൂടെ ട്രീറ്റ് ചെയ്യും. പ്ലസ് ഓക്സിജൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവും ഈ സിൽവർ സോഡിയം സയനൈഡിന്റെ കൂടെ റിയാക്ട് ചെയ്ത് ഒരു കമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ ആ ഇംപ്യൂരിറ്റീസ് സോഡിയം സയനൈഡിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നില്ല അല്ലെ. അത് കഴിയുമ്പോൾ ആ ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും, ആ ഇൻസോളിബിൾ ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും താഴെ വന്ന് സെറ്റിൽ ചെയ്യുമ്പോഴേ എന്ത് ചെയ്യും നമ്മൾ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ ഫിൽട്രേറ്റ് ആ ക്ലിയർ ആൻഡ് സൊല്യൂഷനിൽ എന്തായിരിക്കും സിൽവറിന്റെ ഓറായിരിക്കും. അതൊരു എക്സാമ്പിൾ ആണ് ലീച്ചിങ് പ്രോസസ്സിന്. Okay. Next, certain properties of metallic ores and impurities present in them are given in the table. Identify the suitable method and the concentration and complete the table. So, ഇത് important ആണ്, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. Property of ore, properties of the impurities present in the ore, the method of concentration. ഇപ്പോൾ ore high density ആണെങ്കിൽ, impurity low density ആണെങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Hydraulic, washing or leviation. Ore magnetic in nature ആണെങ്കിൽ, impurity non magnetic ആണെങ്കിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് by magnetic separation method. Ore lighter sulfide ores ആണെങ്കിൽ, impurities high density ആണെങ്കിൽ നമ്മൾ ഏതായിരിക്കും? froth flotation. നമ്മൾ പറഞ്ഞിട്ടുണ്ട് froth flotationൽ സൾഫൈഡ് ഓർസിനെ മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. സൾഫൈഡ് ഓർസിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ഇംപ്യൂരിറ്റീസ് ഓറിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും. അതാണ് പറഞ്ഞ് ആ പതയുടെ കൂടെ ഫ്രോത്തിന്റെ കൂടെ ഓറായിരിക്കും. ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും? ഹൈ ഡെൻസിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, ഓർ അലുമിനിയം ഓർസ് ദാറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഇൻസോളിബിൾ ഇൻ ദ സെയിം പ്യൂരിറ്റി എന്തായിരിക്കും? ഇൻസോളിബിൾ ഇൻ ദ സെയിം സൊല്യൂഷൻ. അപ്പോൾ അത് ഏത് മെത്തേഡാണ്? ലീച്ചിങ് ആണ്. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡ്, അപ്പൊ ഇതില് പ്രിൻസിപ്പിൾ പഠിക്കണം. ഈ ഹൈഡ്രോളിക് വാഷിംഗ് ഇംപ്യൂരിറ്റി എങ്ങനത്തെ ആയിരിക്കും? ഹെവിയർ ആണോ ലൈറ്റർ ആണോ? ഓർ എങ്ങനെയായിരിക്കും? ഹെവിയർ ആണോ ലൈറ്റർ ആണോ? എക്സാമ്പിൾ ഇങ്ങനത്തെ ഓർസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓക്സൈഡ് ഓർസിന്, അതേപോലെ തന്നെ ഓർസ് ഓഫ് ഗോൾഡ്സ്. അതേപോലെ ക്രോസ് ഫ്ലോട്ടേഷൻ മെത്തേഡിൽ എന്തായിരിക്കും? ഓറിന്റെയും ഇംപ്യൂരിറ്റീസിന്റെ നേച്ചർ എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും. അതേപോലെ ഓറിന്റെ ഇംപ്യൂരിറ്റീസിന്റെ ഹൈ ഡെൻസിറ്റി. അപ്പൊ ഏത് ടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഏത് ടൈപ്പ് ഓഫ് ഓർസ് ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? സൾഫൈഡ് ഓർസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് സെപ്പറേഷനിലോ
ഒന്നുമില്ല ഓർ ഇല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി എന്തെങ്കിലും മാഗ്നറ്റിക് നേച്ചർ ആയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഓർസിനെ ആയിരിക്കും നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓർസ് ഓഫ് അയൺ അല്ലെ, ഓർസ് അതേപോലെ മാഗ്നറ്റൈറ്റ്, അങ്ങനത്തെ എക്സാമ്പിൾ യൂസ് ചെയ്യും. ലീച്ചിങ് മെത്തേഡിലോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ബോക്സൈറ്റ്, ഓർ ഓഫ് അലുമിനിയം. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. Write suitable method of concentration for the ores given in the table. ഇവിടെ ഓർ തന്നിട്ടുണ്ട്, മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ടിൻ സ്റ്റോൺ, അപ്പൊ ഇവിടെ പ്രോപ്പർട്ടീസ് തന്നു, നമ്മൾ ഏത് മെത്തേഡാണ് എഴുതേണ്ടത്. ഇവിടെ എക്സാമ്പിൾസ് തന്നു, നമ്മൾ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പൊ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടിൻ സ്റ്റോൺ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ബോക്സൈറ്റ് ഏതാണ്? ലീച്ചിങ്. സിങ്ക് ബ്ലെൻഡ്, സിങ്ക് ബ്ലെൻഡിന്റെ കമ്പോസിഷൻ എന്താണ്? ZnS. അപ്പൊ ZnS എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓർ അല്ലേ? അപ്പൊ ഇത് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കി. എന്താണ് മിനറൽ, എന്താണ് ഓറ് അല്ലെ, ആൻഡ് വാട്ട് ആർ ചില മെറ്റൽസിന്റെ ഓറ് നിങ്ങൾ പഠിച്ചിരിക്കണം. അലുമിനിയത്തിന്റെ ഏതാണ്, കോപ്പറിന്റെ ഏതാണ്, അയണിന്റെ ഏതാണ്, ചിലതൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ചോദിക്കും. അതേപോലെ കമ്പോസിഷൻ, അതിന്റെ ഫോർമുലയും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ all minerals are all ores are minerals, but all minerals all ores are minerals, but all minerals are not ores. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ മെറ്റലർജി എന്താണ് നമ്മൾ പഠിച്ചു. ആ മെറ്റലർജിയിൽ ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ആദ്യത്തെ കോൺസെൻട്രേഷൻ ഓഫ് ഓറ്, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറ്, മൂന്നാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കോൺസെൻട്രേഷൻ ഓഫ് ഓറ്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറ്? നമ്മുടെ ഡെഫിനേഷൻ ഇപ്പൊ പഠിച്ചു. എന്താണ് ഗാംഗ്യൂ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? 4 മെത്തേഡ് പഠിച്ചു. ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലീവിഗേഷൻ എന്ന് പറയും രണ്ടാമത്തെ മെത്തേഡ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മൂന്നാമത്തെ മെത്തേഡ്. മാഗ്നറ്റിക് സെപ്പറേഷൻ നാലാമത്തെ മെത്തേഡ്. ലീച്ചിങ്. അപ്പോൾ ഇതിന്റെ ഇംപ്യൂരിറ്റിയുടെ ഓറിന്റെ നേച്ചർ എന്തായിരിക്കണം, അതേപോലെ തന്നെ ഏതൊക്കെ ഓർസ് ആണ് നമ്മൾ ഈ മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമ്മൾ പഠിക്കണം. അപ്പൊ അതിന്റെ ബേസ്ഡ് ഓൺ അതിന്റെ നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ നമുക്ക് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കണം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, പഠിക്കുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.